ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ രേഷ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് സദ്യ റെസിപ്പീസിലെ പാർട്ട് 3 ആണ്. പാർട്ട് 3 നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കൂട്ടുകറിയാണ് കേട്ടോ. സദ്യയിലെ കുറച്ച് മെയിൻ ആയിട്ടുള്ള ആളാണ് കൂട്ടുകറി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കൂട്ടുകറിക്കായിട്ടുള്ള വെജിറ്റബിളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചേനയും പച്ചയ്ക്കാണ്. ചിലരൊക്കെ ഇതിൽ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ ചേനയും ഈ പറയുന്ന പച്ചയ്ക്കാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഐറ്റംസ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് വേവിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നവരുണ്ട്. ഞാനിതിൽ കുരുമുളക് പൊടി ചേർത്തിട്ടില്ല കേട്ടോ. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർക്കാം. ഇത്ര ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇളക്കി മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി അതൊരു 10 മിനിറ്റോളം ഇത് വെന്ത് വരണം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പകുതി വേവായപ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചിലർ ഇതിൽ ശർക്കര ചേർത്ത് കൊടുക്കാറുണ്ട്, നേരിയൊരു മധുരത്തിന് ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനിതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ശർക്കര. അതുകൂടെ ചേർത്തിട്ട് ഞാൻ അടച്ചൊന്നുകൂടെ വെക്കുവാണ്. ഇനി കുറച്ചുകൂടെ വെന്ത് സെറ്റ് ആവാനുണ്ട് കേട്ടോ. അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും പരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഇഷ്ടമുള്ള ഓയിൽ എന്താണെന്ന് വെച്ചാൽ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ജീരകവും, നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് പീരയും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്ത് വെച്ചിട്ടുള്ള പീര കൂടി ചേർത്തപ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ കൂട്ടുകറി എന്ന് പറയുന്നത്. അപ്പോൾ സദ്യയിൽ മെയിൻ ആയിട്ടുള്ള കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.